നമ്മളുടെ കയ്യിലിരിക്കുന്നത് ഒരു മീഡിയം ഇമ്പാക്റ്റ് സ്പോർട്സ് ബ്രാ ആണെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ അതിട്ടിട്ട് അതിൻ്റെ കൂടെ ഈ ഒരു ബസ് ഷേപ്പറും കൂടി ഇടുമ്പോഴത്തേക്കും അത് ശരിക്കും ഹൈ ഇമ്പാക്റ്റ് സ്പോർട്സ് ബ്രാ പോലെ എഫക്റ്റ് കിട്ടും. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൈനർ വേൾഡ് മലയാളം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സാഗി ബ്രസ്റ്റ് ഉള്ളവർക്കുള്ള ഒരു ചെറിയ സൊല്യൂഷനുമായിട്ടാണ്. എങ്ങനെയാണ് ഈ സാഗി ബ്രസ്റ്റ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ പല പല കാരണങ്ങളുണ്ട്. അതായത് നമ്മൾ ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ബ്രസ്റ്റ് സാഗാവും. പിന്നെ ഈ പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ടീവ് ബ്രാസ്, സ്പോർട്സ് ബ്രാസ് ഒക്കെ ഉപയോഗിക്കാതെ ഹെവി വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെയും ബ്രസ്റ്റ് സാഗാവും. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ണം കൂടുന്നതനുസരിച്ച് ഫാറ്റ് ഡെപ്പോസിറ്റ്, ബ്രസ്റ്റിലുള്ള ഫാറ്റ് ഡെപ്പോസിറ്റും കൂടുമ്പോഴത്തേക്കും ആ ഒരു വെയിറ്റ് താങ്ങാൻ പറ്റാതെ അതും സാഗ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ നോർമലി അതായത് ഏജ് കൂടുന്നതനുസരിച്ചിട്ട് ബ്രസ്റ്റ് സാഗ് ആവും. ഇതിൻ്റെ എല്ലാം മെയിൻ ഒരു റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ബ്രസ്റ്റിനുള്ളിൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള എല്ലുകളില്ല, അതായത് സോഫ്റ്റ് ടിഷ്യൂസും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ലിഗമെന്റ്സും മാത്രമേ ഉള്ളൂ. അപ്പം പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ടീവ് ബ്രാ ധരിച്ചാൽ മാത്രമേ അത് നല്ല സാഗ് ആവാതെ നിൽക്കത്തുള്ളൂ. ഞാൻ ഇന്ന് 3 ആക്സസറീസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഈ സാഗിനെസ് ടെമ്പററിലി ആയിട്ടെങ്കിലും ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് 3 ആക്സസറീസ് ആണുള്ളത്. ഓരോന്നായിട്ട് നമുക്ക് കണ്ടു നോക്കാം. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ആക്സസറി. ഇതിന്റെ പേരാണ് ബസ് ഷേപ്പർ. ഇതെന്ന് പറഞ്ഞാൽ ബ്രാ അല്ല, നമ്മൾ നോർമലി ഇടുന്ന ബ്രായുടെ കൂടെ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ഇടുന്ന ഒരു ആക്സസറിയാണ് ഇത്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ വരും. ഇത് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ബ്രാ സപ്പോർട്ടറാണ്. ഇത് വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു തിക്കായിട്ടുള്ളൊരു പാനലുണ്ട്. അതപ്പം നമ്മൾ സൈഡിലോട്ടുള്ള ബൾജസ്, ഈ ഒരു ബൾജിങ് ഇല്ലേ, ഈ ബൾജിങ് മാറ്റി അത് അകത്തോട്ടാക്കി വെക്കും. പിന്നെ ഇവിടെ താഴേന്ന് ഇങ്ങനെ ഒരു ലിഫ്റ്റിങ് വരും. ലിഫ്റ്റിങ് വരുമ്പോൾ അതായത് സൈഡിൽ നിന്നുള്ള ഇങ്ങോട്ട് ഒരു സപ്പോർട്ടും താഴെ നിന്നൊരു ലിഫ്റ്റിങ്ങും കൂടെ വരുമ്പോഴത്തേക്കും നമ്മളുടെ ബ്രസ്റ്റ്, സാഗി ആയിട്ടുള്ള ബ്രസ്റ്റ് കാഴ്ചയിൽ സാഗിനെസ് ഇല്ലാതെ പ്രോപ്പറായിട്ട് നിൽക്കും. ഈ ഒരു മെറ്റീരിയൽ കണ്ടോ, അധികം സ്ട്രെച്ച് ആവത്തില്ലാത്ത ടൈപ്പ് മെറ്റീരിയലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഷേപ്പ് വെയർ പ്രൊഡക്റ്റ് ആണ്. അതായത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു ബാൻഡ് തന്നെ അധികം എന്താ പറയുക, ഈ ഇലാസ്റ്റിക് അധികം വലുപ്പം ഇല്ലെങ്കിൽ, അതായത് വീതി കൂടുതലില്ലെങ്കിലും ഉള്ളത് നല്ല അധികം സ്ട്രെച്ച് ആവത്തില്ലാത്ത ടൈപ്പ് മെറ്റീരിയലാണ് എന്നാൽ ഇതിന്റെ ബാക്ക് പോർഷൻ വരുമ്പോഴത്തേക്കും നല്ല സ്ട്രെച്ചബിൾ ആണ്. അതായത് വണ്ണം ഉള്ളവർക്ക് അവരുടെ വണ്ണം അനുസരിച്ച് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടി. ഈ ബസ് ഷേപ്പറിന് ശരിക്കും പറഞ്ഞാൽ കപ്പ് സൈസ് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് 34 34 ഉപയോഗിക്കാം, 36 36 ഉപയോഗിക്കാം. അതിൽ BCDEF അങ്ങനെ ഒരു വ്യത്യാസമില്ല. എല്ലാ കപ്പ് സൈസ് ഉള്ളവർക്കും ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പം 34Cയുടെ മാനിക്യൂൻ ആണ്. ഇതിലിട്ടേക്കുന്നത് 34ന്റെ ബസ് ഷേപ്പറാണ്. ഇതിന്റെ നമ്മളുടെ കപ്പ് സൈസിന്റെ വലുപ്പം അനുസരിച്ച്, അതായത് B ആണോ C ആണോ D ആണോ എന്നനുസരിച്ചും പിന്നെ നമുക്ക് എത്രത്തോളമാണോ സപ്പോർട്ട് വേണ്ടതെന്നനുസരിച്ചും നമുക്ക് ഈ സ്ട്രാപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് 32 സൈസ് മുതൽ 32, 34, 36, 38, 40 വരെയുള്ള സൈസുകളിൽ അവൈലബിൾ ആണ്. ഈ ഒരു സ്കിൻ ഷെയ്ഡിലെ ഈ ഒരു ഷെയ്ഡിലുള്ള പ്രൊഡക്റ്റ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ വില വരുമ്പോഴത്തേക്കും 575 രൂപയാണ്. ഈ ബസ് ഷേപ്പറിന് വേറൊരു ഉപയോഗം കൂടെ ഉണ്ട്. അതായത് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതലുള്ള സ്പോർട്സോ അല്ലെങ്കിൽ ബാഡ്മിന്റൺ കളിക്കോ, അതായത് ഹെവി വർക്കൗട്ട് ചെയ്യത്തില്ലേ, കാർഡിയോ, ജമ്പിങ് ജാക്സ് പോലുള്ള ഇത് ചെയ്യോ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പ്രോപ്പർ ആയിട്ടുള്ള സ്പോർട്സ് ബ്രാ ഉപയോഗിക്കും. അതായത് ഹെവി വർക്കൗട്ടിന് നമ്മൾ ഹൈ ഇമ്പാക്റ്റ് സ്പോർട്സ് ബ്രാ ആണ് ധരിക്കേണ്ടത്. ഇപ്പോൾ ഹെവി ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്തിനാ അതെന്ന് വെച്ചാൽ നമ്മളുടെ ബ്രസ്റ്റ് ബൗൺസ് ആകാതെ ഫിറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ ഇമ്പാക്റ്റ് സ്പോർട്സ് ബ്രാ ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മളുടെ കയ്യിലിരിക്കുന്നത് ഒരു മീഡിയം ഇമ്പാക്റ്റ് സ്പോർട്സ് ബ്രാ ആണെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ അതിട്ടിട്ട് അതിൻ്റെ കൂടെ ഈ ഒരു ബസ് ഷേപ്പറും കൂടി ഇടുമ്പോഴത്തേക്കും അത് ശരിക്കും ഹൈ ഇമ്പാക്റ്റ് സ്പോർട്സ് ബ്രാ പോലെ എഫക്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള പർപ്പസിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. മീഡിയം ഇമ്പാക്റ്റ് സ്പോർട്സ് ബ്രായോടെ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഹെവി വർക്കൗട്ടുകൾ ചെയ്യാൻ പറ്റും. എന്നാൽ ലോ ഇമ്പാക്റ്റ് ബ്രാ അല്ലെങ്കിൽ സ്പോർട്സ് ബ്രായോടെ ഇത് ധരിച്ചിട്ട് ഹെവി വർക്കൗട്ടുകൾ ചെയ്യരുത്. നമ്മളുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് പറയാം. ഇതാണ് ഇൻവിസിബിൾ ബ്രാ. ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ഈ പിക്ചറിൽ കാണിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ ഇതിൽ ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് മാറ്റിയിട്ട് ഇത് നേരെ ഇവിടെ ഒട്ടിച്ചു വെക്കാൻ പറ്റും. അതായത് ഇങ്ങനെ ഇത് റിമൂവ് ചെയ്തിട്ട് ഈ പ്ലാസ്റ്റിക് സൂക്ഷിക്കണം. നമ്മളിത് പിന്നെയും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് മാറ്റി ആവശ്യമുള്ളപ്പം എപ്പോഴാണോ ഇങ്ങനെ ഒട്ടിക്കുക. എന്നിട്ട് നടുക്കൂന്ന്
വലിച്ച് നമുക്കത് എത്രയും സപ്പോർട്ട് വേണം അല്ലെങ്കിൽ എത്രയും ആ ഒരു സ്റ്റിഫ്നെസ് എത്ര വേണം എന്നനുസരിച്ചിട്ട് ഇവിടെ നടുക്ക് സെൻറ്ററിൽ ഈ ഇലാസ്റ്റിക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ അത്രയും സാഗിനെസ് സപ്പോർട്ട് ചെയ്യത്തില്ല. എന്നാലും നമ്മൾ ഈ മോഡേൺ ഡ്രസ്സുകളൊക്കെ ഇടുമ്പോഴത്തേക്കും ഇപ്പം ബെയർ ഷോൾഡർ ആയിട്ട് അല്ലെങ്കിൽ ഇത് ടോപ്പിന് ഇങ്ങനെ മുകൾ വശത്ത് കഴുത്തിറങ്ങിയ ടൈപ്പ് ഡ്രസ്സുകളോ അല്ലെങ്കിൽ ബാക്ക്ലെസ് ഡ്രസ്സുകളോ അങ്ങനെയുള്ള ഡ്രസ്സുകൾക്കൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത് സ്ട്രാപ്ലെസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു പശ ഉണ്ടോ, ഇത് നമ്മൾ ഈ പ്ലാസ്റ്റിക് മാറ്റിയിട്ട് നമ്മളിത് ശരീരത്തിൽ ഒട്ടിച്ച് വെച്ചാൽ ഇതിങ്ങനെ തന്നെ നിൽക്കും. അതായത് പശ ഒരിക്കലും അത് പോവില്ല. അത് നമ്മളിത് എത്ര തവണ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഇത് ഒന്ന് ഉപയോഗിച്ചു, അത് കഴിഞ്ഞിട്ട് മാറ്റിയിട്ട് ഈ പ്ലാസ്റ്റിക്കിൽ തന്നെ ഒട്ടിച്ച് വെക്കാൻ പറ്റും. പിന്നെയും ഉപയോഗിക്കുമ്പോഴും ആ ഒരു പശ അവിടെ കാണും. അതായത് റീജനറേറ്റീവ് അഡീസീവ് എന്ന് പറയും. ഇത് ശരിക്കും B-C കപ്പുകളിൽ അവൈലബിൾ ആണ്. സ്കിന്നും ബ്ലാക്കും കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിന്റെ വില വരുമ്പോഴത്തേക്കും 205 രൂപയാണ്. ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ പ്രൊഡക്റ്റ്. ഇതിന്റെ പേരാണ് പറയുന്നത് ഇൻവിസിബിൾ പുഷപ്പ് എന്ന് പറയും. അതായത് നമ്മളുടെ ഡീപ്പ് നെക്ക് ആയിട്ടുള്ള ഡ്രസ്സുകളും ബാക്ക്ലെസ് ആയിട്ടുള്ള ഡ്രസ്സുകളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഡ്രസ്സുകൾ സാഗ് ആയിട്ടുള്ള ബ്രസ്റ്റ് ഉള്ളവർക്ക് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ചാൽ മതി. അതായത് ഇത് ഇപ്പൊ 2 സൈസുകളിൽ അവൈലബിൾ ആണ്. B-C കപ്പുകൾക്ക് ഇതും സിക്ക് മുകളിലോട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റും. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ആ രണ്ടാമത്തെ പ്രൊഡക്റ്റ് നമ്മൾ കാണിച്ച പോലെ തന്നെ ഇതിന്റെ പ്ലാസ്റ്റിക് ഇത് മാറ്റുക, ജസ്റ്റ് ഇത് ഒട്ടിച്ചു വെക്കാൻ പറ്റും. ഇങ്ങനെ ഈ ഗ്ലൂ ഇവിടെ തന്നെ ഇരുന്നോളും. ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതായത് നമുക്ക് എത്രയും ആണോ ഇത് സാഗിനെസ് മാറ്റി എത്രയും വലിച്ചാണോ നിൽക്കേണ്ടത് അതനുസരിച്ചിട്ട് നമുക്കിത് ഒട്ടിക്കാൻ പറ്റും. അതായത് ഈ ഒരു ഇതുപോലെ, അതായത് നമ്മളുടെ സാഗിനെസ് എത്രയും കുറയണോ, അതായത് പുഷപ്പ് എഫക്റ്റ് എത്രയും വേണോ അതനുസരിച്ചിട്ട് ഇത് വലിച്ച് ഒട്ടിക്കാൻ പറ്റും. ഇതിൻ്റെ 2 കളേഴ്സ് അവൈലബിൾ ആണ്. ബ്ലാക്കും സ്കിന്നും കളേഴ്സ് അവൈലബിൾ ആണ്. വില വരുമ്പോഴത്തേക്കും 199 രൂപ. വരുന്നതിന് മുമ്പ് താഴെ കാണിക്കുന്ന 9048020301 എന്ന നമ്പറിൽ വിളിച്ച് സ്റ്റോക്ക് ഉണ്ടോ എന്ന് കൺഫേം ചെയ്യാവുന്നതാണ്. ഷോപ്പിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തിരുവല്ല ടൗണിൽ MC റോഡ് സൈഡിലുള്ള ദീപ ടവർ എന്ന ഷോപ്പിംഗ് കോംപ്ലക്സ്. അതായത് മോറ്, ബാറ്റ, ബേബി കെയർ, ചിക്കിങ് എന്നീ സ്ഥാപനങ്ങളുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് ആണിത്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇതുകൂടാതെ നമുക്ക് കോട്ടയം, തെള്ളകം, മൂവാറ്റുപുഴ, തൊടുപുഴ എന്നീ ടൗണുകളിലും ബ്രാഞ്ചസ് ഉണ്ട്. നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇന്ത്യയിൽ എവിടെയും സ്പീഡ് പോസ്റ്റ് വഴി ഐറ്റം അയച്ചു തരുന്നതാണ്. സ്പീഡ് പോസ്റ്റിൽ അയക്കുന്ന സാധനം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നേരിട്ട് കിട്ടും. ഗൂഗിൾ പേ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഐറ്റം സെലക്ട് ചെയ്യാൻ വാട്സാപ്പ്, വീഡിയോ കോൾ അല്ലെങ്കിൽ ഓഡിയോ കോളോ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് കോളും ചെയ്യാവുന്നതാണ്. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.